എല്ലാവർക്കും നാട്ടുവൈദ്യം ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്നത് കൈവിഷത്തിനുള്ള ചികിത്സയാണ്. അതായത് കൈവിഷത്തിന് വീട്ടിൽ തന്നെ എങ്ങനെ ചികിത്സ ചെയ്യാം എന്നതിനെ പറ്റിയിട്ടാണ് പറയുന്നത്. പക്ഷേ തീർച്ചയായിട്ടും ഈ ചികിത്സ നിങ്ങൾ ഒരു വൈദ്യൻ്റെ മേൽനോട്ടത്തിൽ വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. കൈവിഷം എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിൽ കൂടിക്കിടക്കുന്ന കൂട്ടുവിഷം. അത് നമ്മുടെ ഏതെങ്കിലും ശത്രുക്കൾ തരുന്നത് ആയിരിക്കും. ഭക്ഷണത്തിലൂടെയോ മറ്റേതെങ്കിലും കൂടെയോ കൈവിഷം കൊടുക്കുക എന്ന് പറയുന്നൊരു പ്രയോഗമുണ്ട്. ഇത് ആയുർവേദത്തിൽ ഇതിന് വളരെയധികം വിശ്വാസമുണ്ട്. അലോപ്പതി ഇതിനെ വിശ്വസിക്കുന്നില്ല. പക്ഷേ ആയുർവേദം ഇതിനെപ്പറ്റി പറയുന്നുണ്ട്. അതേപോലെ തന്നെ ആയുർവേദ ആചാര്യന്മാർ ഇതിനെപ്പറ്റി പറയുന്നുണ്ട്. ഇതിന് നമുക്ക് വീട്ടിൽ തന്നെ ഏത് രീതിയിൽ ചികിത്സ ചെയ്യാം എന്നതിനെ പറ്റിയിട്ടാണ് ഈ വീഡിയോയിൽ പറയുന്നത്. ഇതല്ലാതെ തന്നെ നമുക്ക് ചില അമ്പലങ്ങളുണ്ട്. പാലക്കാടുള്ള 1-2 സ്ഥലങ്ങൾ, അതേപോലെ തന്നെയുള്ള എറണാകുളത്തിൽ ഒരു ടെമ്പിൾ, ഇവിടെയെല്ലാം ഈ കൈവിഷത്തിൻ്റെ ചികിത്സയുണ്ട്. അതായത് അവരൊരു മരുന്ന് രാവിലെ എണീച്ചതിന് ശേഷം നമ്മൾക്ക് പാലിൽ കലക്കിയതിന് ശേഷം തരും. തന്നതിന് ശേഷം നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് കൈവിഷം ഉണ്ടെങ്കിൽ ഛർദ്ദിച്ചു പോകും. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ അത് ഛർദ്ദിക്കാനുള്ള ഒരു മരുന്ന് മാത്രമാണ്, കൈവിഷത്തിനല്ല. ആ മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ ഏതൊരു വ്യക്തിയും ഛർദ്ദിക്കും എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. കാരണം ഈ ഛർദ്ദിക്കുന്നതോട് കൂടിയിട്ട് നമ്മുടെ കഫദോഷം എന്നുള്ളത് കംപ്ലീറ്റ് ആയിട്ട് പോകും. കാരണം ഛർദ്ദി എന്ന് പറഞ്ഞാൽ കഫ ചികിത്സയ്ക്ക് ഏറ്റവും നല്ലതാണ്. അപ്പോൾ കഫരോഗം പരിപൂർണമായിട്ട് പോകുന്നത് മൂലം കഫരോഗം കൊണ്ടുള്ളതായിട്ടുള്ള ചർമ്മരോഗങ്ങൾ, അതേപോലെ തന്നെ കഫരോഗങ്ങൾ കൊണ്ടുള്ളതായിട്ടുള്ള പല പല രോഗങ്ങൾ, ഇതെല്ലാം പരിപൂർണമായിട്ട് പോകും. അതൊരു തരം പഞ്ചകർമ്മ ചികിത്സയിൽ പെടുന്ന ഒരു ചികിത്സാ സമ്പ്രദായമാണ്. അതിന് വളരെ ലളിതമായിട്ട് ഇവർ ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ, ഈ തരത്തിലുള്ള വൈദ്യന്മാരും അതേപോലെ തന്നെ ക്ഷേത്രങ്ങളും. അങ്ങനെ ഒരു ക്ഷേത്രമുണ്ട്, എറണാകുളത്തൊരു ക്ഷേത്രമുണ്ട്. ഈ ക്ഷേത്രത്തിൽ ഇതിൻ്റെ ചികിത്സ ചെയ്യുന്നുണ്ട്. പക്ഷേ ആ ചികിത്സ ചെയ്യുന്ന മൂലം ഭ്രാന്ത്, വിഷം, അതേപോലെ തന്നെ കൈവിഷം, അതേപോലെ തന്നെയുള്ള സ്കിൻ ഡിസീസ്, അതേപോലെ തന്നെ ബാക്കി ഒരുപാട് രോഗങ്ങൾ മാറുന്നുണ്ടെന്ന് പറയുന്നത് അത് വളരെ ശരിയാണ്. കാരണം എന്താണെന്ന് പറയുമ്പോൾ ഈ പഞ്ചകർമ്മയിലൂടെ നമ്മൾ സാധാരണ ചികിത്സ എന്ന് പറയുമ്പോൾ 2 തരത്തിലുണ്ട്. ഒന്ന് ശോധന ചികിത്സ, 2 ശമന ചികിത്സ. ശോധന ചികിത്സ എന്ന് പറയുമ്പോൾ ദോഷങ്ങളെ മുഴുവൻ പുറന്തള്ളുന്ന ചികിത്സയാണ്. അതിനെയാണ് ശോധന ചികിത്സ എന്ന് പറയുക. അതാണ് ആയുർവേദത്തിലെ പഞ്ചകർമ്മ ചികിത്സ. അത് ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ രോഗങ്ങൾ പരിപൂർണമായിട്ടും മാറുകയുള്ളൂ. ശമന ചികിത്സ എന്ന് പറയുന്ന സമയത്ത് പാലിയേറ്റീവ് ട്രീറ്റ്മെൻറ്റ് എന്ന് പറയും. അതായത് നമ്മളൊരു ആയുർവേദ ഡോക്ടറിൻ്റെ അടുത്ത് പോയി, നമ്മൾക്ക് ഏതെങ്കിലും ഒരു രോഗമുണ്ട്. അപ്പോൾ ആയുർവേദ ഡോക്ടർമാർ കുറേ കഷായവും ചൂർണവും അതേപോലെ തന്നെ കുറേ ലേഹ്യവും ഘൃതവും ഇതെല്ലാം തന്നു. അപ്പോൾ ഇതൊക്കെ എന്താണെന്ന് പറയുമ്പോൾ ശമന ചികിത്സയാണ്. അതായത് നമ്മുടെ രോഗത്തെ അടിച്ചമർത്തലാണ്. ഇംഗ്ലീഷ് മരുന്നുമാരി തന്നെ കുറച്ച് സമയത്തേക്ക് നമ്മുടെ രോഗങ്ങളെ അടിച്ചമർത്തുന്ന ചികിത്സ, അതാണ് ഇവരെല്ലാം ചെയ്യുന്നത്. പക്ഷേ യഥാർത്ഥ ചികിത്സ എന്ന് പറയുന്നത് പഞ്ചകർമ്മ ചികിത്സയാണ്. ആയുർവേദത്തിൽ നമ്മൾ എവിടെ നോക്കുകയാണെങ്കിൽ ഏത് രോഗത്തിനും ആദ്യം പറയുന്നത് വമന വിരേചനത്തിലൂടെ നമ്മുടെ ശരീരത്തെ ശുദ്ധിയാക്കിയതിന് ശേഷം വേണം മരുന്ന് കൊടുക്കാനെന്നാണ് പറയുക. ഏത് രോഗത്തിൽ നോക്കിയാലും അത് പറയാറുണ്ട്. പക്ഷേ അതൊന്നും ഇന്ന് പാലിക്കാറില്ല. അതുകൂടാതെ പഞ്ചകർമ്മമൊക്കെ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷേ ഈ രീതിയിൽ വരികയാണെങ്കിൽ നമ്മൾക്ക് വീട്ടിൽ തന്നെ ചെയ്യാനുള്ള ഒരു പ്രയോഗം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വെളുത്ത ചെമ്പരത്തിയുടെ വേര്, അതേപോലെ തന്നെ ശംഖുപുഷ്പത്തിൻ്റെ വേര്, ഇത് രണ്ടും കൂടിയിട്ട് നെല്ലിക്ക വലിപ്പത്തിൽ, അതായത് നെല്ലിക്കയിനേക്കാളും അരച്ചതിന് ശേഷം വളരെ നെല്ലിക്കയേക്കാളും ഒരല്പം ചെറിയ അളവിൽ, ഒരു വലിയ നെല്ലിക്കൻ്റെ വലിപ്പത്തിൽ കൊടുക്കേണ്ട ആവശ്യമില്ല, അതിനേക്കാളും ചെറിയ ഒരു അളവിൽ ഇത് ഒറ്റ പ്രാവശ്യം മാത്രമേ കൊടുക്കണ്ടൂ. ഇത് 2 സമാസമം എടുത്തതിന് ശേഷം അരച്ചരിഞ്ഞ വെളുത്ത ചെമ്പരത്തിയുടെ വേരും അതേപോലെ തന്നെ ശംഖുപുഷ്പത്തിൻ്റെ വേരും, ഇത് രണ്ടും സമാസമം എടുത്ത് അരച്ചതിന് ശേഷം ഒരു നെല്ലിക്കനേക്കാളും ചെറിയ ഒരളവിൽ പേഷ്യൻറ്റിന് പാല് കൊടുത്തു കഴിഞ്ഞാൽ ഛർദ്ദിക്കും. ഛർദ്ദിച്ചോടുകൂടി കൈവിഷം പോകും എന്നാണ് ഗ്രഹവൈദ്യം പറയുന്നത്. പക്ഷേ ഇതൊരു വൈദ്യൻ്റെ നിർദ്ദേശപ്രകാരത്തിൽ വേണം കൊടുക്കാൻ. അതുകൂടാതെ 20 വയസ്സിൽ താഴെയുള്ള വ്യക്തികൾക്ക് ഇത് കൊടുക്കരുത്. ചിലപ്പോൾ അപകടങ്ങളുണ്ടാവും. ആയുർവേദ ആശുപത്രിയിൽ തന്നെ ഡോക്ടർമാർ വമനത്തിന് അധികം മരുന്ന് കൊടുക്കാറില്ല. കാരണം അവർ പേടിയുണ്ട്, അവർക്ക് എന്തെങ്കിലും കോംപ്ലിക്കേഷൻ ആകുമെന്നുണ്ട്. അപ്പോൾ ഈ രീതിയിലുള്ള ചികിത്സയൊക്കെ പണ്ട് നിലനിന്ന് ഇന്നും സാധാരണയായിട്ട് നമ്മൾക്ക് രോഗങ്ങളിൽ നിന്ന് മുക്തി നേടണമെങ്കിൽ, പ്രത്യേകിച്ച് കഫരോഗങ്ങളിൽ നിന്ന് നമുക്ക് മുക്തി നേടണമെങ്കിൽ, ആസ്മ അതേപോലെ തന്നെയുള്ള ഒരുപാട് കഫരോഗങ്ങളുണ്ട്, ഇതിൽ നിന്നൊക്കെ മുക്തി നേടണമെങ്കിൽ നമ്മൾ മാർച്ച് മാസത്തിൽ ഒരു പ്രാവശ്യം പോയിട്ട് ഇതേപോലെ തന്നെ അമ്പലത്തിൽ പോയിട്ട് വഴിപാടെല്ലാം കഴിച്ചതിന് ശേഷം ഇതേപോലെ ഒരു ഛർദ്ദി ചികിത്സ നമ്മൾ നടത്തുകയാണെങ്കിൽ, കൈവിഷത്തിനാണ് പറയുക, പക്ഷേ ആര് ആ മരുന്ന് കഴിച്ചു കഴിഞ്ഞാലും ഛർദ്ദിക്കും. ഞാൻ ആ മരുന്നിന് കണ്ടിട്ടുണ്ട് അവിടെ എല്ലാം. അതൊരു മരുന്നിൻ്റെ വേരാണ്, കർപ്പൂരവല്ലി അങ്ങനെ ഏതോ ഒരു മരുന്നിൻ്റെ വേരാണ് അവരുപയോഗിക്കുക. സാധാരണ ഒരു ചെടിയാണ്, വള്ളിച്ചെടിയാണ്. ഈ വള്ളിച്ചെടി വേര് നല്ലപോലെ അരച്ചതിന് ശേഷം, അരയ്ക്കുന്ന സമയത്ത് അവർ പല മൃത്യുഞ്ജയ മന്ത്രവും ബാക്കിയുള്ള അങ്ങനെ മന്ത്രങ്ങളൊക്കെ ജപിക്കാറുണ്ട്. എന്നിട്ട് ഈ സാധനമാണ് പാലിൽ അരച്ചു കൊടുക്കുന്നത്. ഈ അരച്ചു കൊടുക്കുന്നതോട് ഭ്രാന്ത്, വിഷം, കൈവിഷം അങ്ങനത്തുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ പോകുന്നതാണ് പറയുന്നത്. ഒരു കണക്കിന് ശരിയാണ്. ഈ ഛർദ്ദി ചികിത്സ നടത്തേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട സമയം മാർച്ച് മാസമാണ്. മാർച്ച് മാസത്തിൽ നമ്മൾ ചെയ്യുകയാണ്. അതിനാണ് ഋതുസന്ധി എന്ന് പറയുക.
ഈ സന്ധിയിൽ ചെയ്യുന്ന ചികിത്സ കഫരോഗത്തെ കംപ്ലീറ്റ് ആയിട്ട് ഇല്ലാതാക്കുക. അടുത്ത 1 വർഷത്തേക്ക് കഫരോഗം ഉണ്ടാവില്ല. അപ്പോൾ ഇതാണ് ഈ കൈവിഷ ചികിത്സയെ പറ്റിയിട്ടുള്ള എനിക്കുള്ള അറിവ്. അതേപോലെ തന്നെ കൈവിഷത്തിനെ ഇല്ലാതാക്കാനുള്ള ഗുളിക ആയുർവേദത്തിൽ ഏതോ കമ്പനികളൊക്കെ ഉണ്ടാക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അതിൻ്റെ എത്രത്തോളം എഫക്റ്റീവ്നെസ് ഉണ്ടെന്ന് എനിക്കറിയില്ല. എന്തായാലും അതുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ആയുർവേദ ഡോക്ടറെ കണ്ടു കഴിഞ്ഞാൽ അതിനുള്ള ഒരു ഇത് കിട്ടും. എന്തായാലും ഏത് രോഗം ഉണ്ടെങ്കിലും നമ്മൾ ആദ്യം ചെയ്യേണ്ടത് കാപ്പി ചായ എന്നുള്ളത് ഒഴിവാക്കുക, പാലും പാലുൽപ്പന്നങ്ങളും ഒഴിവാക്കുക, നോൺ വെജിറ്റേറിയൻ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കുക, മുട്ടയും മീനും പോലും ഒഴിവാക്കുക. വന്ന രോഗം മാറാനും രോഗം വരാതിരിക്കാനും വേണ്ടിയിട്ട് ആയുർവേദ, സിദ്ധ, ഹോമിയോ, യുനാനി, പ്രകൃതി ചികിത്സ തുടങ്ങിയ ചികിത്സാ സമ്പ്രദായങ്ങൾ മാത്രം ഉപയോഗിക്കുക. ഇങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് രോഗങ്ങളൊന്നുമില്ലാതെ വളരെ കാലം സുഖമായിട്ട് ജീവിക്കാൻ സാധിക്കും. ഈ വീഡിയോയിൽ ഇത്രമാത്രം. അടുത്ത വീഡിയോയിൽ പുതിയൊരു കാര്യമായിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.